ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ 3 ടെക് മണി. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിനി വ്ളോഗാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ രണ്ടാമത്തെ മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ മിനി വ്ളോഗിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. അതുകൊണ്ട് കുറച്ച് ടൈം കഴിഞ്ഞാൽ മോൾ ലൈക്ക് കാർഡിലും വരും ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മിനി വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, മറ്റേ ബീച്ചിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു മിനി വ്ളോഗാണ്. പിന്നെ നമ്മൾ അവിടെയുള്ള നെസ്റ്റോ അങ്ങനെയുള്ള കോഴിക്കോടൊക്കെ ഉള്ള പോകുന്ന ഒരു ചെറിയ മിനി വ്ളോഗാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളെ വലിയൊരു വ്ളോഗ് വന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് യന്ത്രനാനയിലൊക്കെ കയറി ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണാത്തല്ലേ, അതും കാണുക. അതും ഞാൻ ഇതുപോണ എൻ്റെ സ്ക്രീനിലും അതുപോണ എന്താ പറയുക മോൾ ലൈക്ക് കാർഡിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ. അപ്പോൾ നമ്മൾ പറത്തിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം ഉണ്ട് ഇനി. ഫുള്ള് ട്രാഫിക്കാണ് ഗൈസ്. എന്താ ചെയ്യുക, ഒന്ന് അനക്കാനും കൂടി പറ്റുന്നില്ല വണ്ടി ട്രാഫിക്കിൽ. പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാകുക ഗൈസ്. അപ്പോൾ നമ്മൾ ട്രാഫിക്കിൽ നിൽക്കുകയാണ്. ഏകദേശം നമ്മൾ കോഴിക്കോടൊക്കെ എത്താനെങ്കിൽ ഇനിയൊരു 10ൻ്റെ ഉള്ളിലുള്ള കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ കാണുന്ന പാലത്തുമ്മ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പാലത്തുമ്മല്ലോ കാരണം റോഡൊക്കെ ഇപ്പോൾ സൂപ്പർ ആയിട്ടോ. ചില സ്ഥലത്തുള്ള റോഡൊക്കെ ഏതായാലും ഇപ്പോൾ സൂപ്പർ ആയിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവസാനം ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ നോക്കുമ്പോൾ ഉണ്ട് ഗൈസ്, എവിടെയെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും കൂടിയും ഇതില്ല, പാർക്കിംഗ് ഇല്ല ഗൈസ്. എന്താ ചെയ്യുക, അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഫുള്ള് എന്ന് പറഞ്ഞാൽ ഫുള്ള് എല്ലാ സ്ഥലത്തും ഫുള്ളാണ് ഗൈസ്. പിന്നെ പറഞ്ഞാൽ പാർക്കിങ് നോക്കിയെന്നെ വേണ്ട. ഇപ്പോൾ ഇത് എടവോ കൊണ്ടെക്കാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ എവിടെയും സ്ഥലമില്ല. ബീച്ചിൽ വരുന്ന പോലെ മെയിൻ പ്രശ്നമാണ് ഗൈസ് അത്. അപ്പോൾ ഗൈസ്, നമ്മൾ കാറ് പാർക്ക് ചെയ്ത് അവസാനം നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. കുറേ ടൈമുകൾക്ക് ശേഷമാണ് നമ്മൾ ബീച്ചിലെത്തി കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ ഗൈസ്, നമ്മൾ ബീച്ചിലൂടെ അങ്ങനെ നടന്നു പോവല്ലേ, നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി കുറച്ച് ബീച്ചിലുള്ള കാഴ്ചകളാകാം ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മൾ ചായ കുടിച്ചാലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ചായ വേണോ അല്ലെങ്കിൽ ഉപ്പിലിട്ടെന്നുള്ള കൺഫ്യൂഷനിലാണ് ഗൈസ് നിൽക്കുന്നത്. പിന്നെ ഗൈസ്, എന്താ പറയുക, അവിടെ അടുത്തൊരു താത്ത നല്ല സൂപ്പർ പാട്ടൊക്കെ പാടുന്നുണ്ട്. പിന്നെ ഗൈസ്, നമ്മൾ ചായ കുടിക്കാൻ തീരുമാനിച്ചു. നോക്കുമ്പോൾ കല്ലുമക്കായയും കോളിഫ്ലവറും പിന്നെ കാടമുട്ടയും അതൊക്കെ തന്നെയുള്ളു. പിന്നെ ഉള്ളിയൊക്കെ ഇങ്ങനെ ഇതാ കണ്ടില്ല, പരട്ടി നോക്കി. ഇതെന്തെങ്കിലും സംഭവം പറഞ്ഞാൽ കോളിഫ്ലവർ ആയിട്ട്. കോളിഫ്ലവർ രക്ഷയില്ല, പൊളി സാധനം. കല്ലുമക്കായ ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നു. ഈ പഴംപൊരി ഉണ്ട്. പഴംപൊരി കണ്ടിട്ട് അത്ര ഒരു ഇത് കിട്ടണില്ല, പൊതിയതാണെന്ന് തോന്നില്ല. അപ്പോൾ ഗൈസ്, കാടമുട്ടയൊന്നും പറയേണ്ട, മസാല അതിൻ്റെ ആ മുളകൊക്കെ ഇങ്ങനെ തേച്ചിങ്ങനെ വെച്ചപ്പോഴുണ്ട്. പിന്നെ ഗ്രീൻ പീസ് ഉണ്ട് ഗൈസ്. ഗ്രീൻ പീസിൻ്റെ ഉള്ളിൽ കരോമ്പിൻ്റെ എല്ലാം കുത്തിയെറിയ ഏതോ സ്പെഷ്യൽ സാധനം. നമ്മൾ ഐറ്റം ഒന്ന് വാങ്ങിയാലും വിചാരിക്കും. പിന്നെ ഗൈസ്, ഈ മുളകുണ്ട്. ഈ മുളക് സംഭവം എന്താണെന്ന് വെച്ചാൽ തീരെ പറഞ്ഞുകൂടെ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഒരു ഗ്രീൻ പീസ് വാങ്ങിക്കാണ്. അതുപോലെ ഒരു കാടമുട്ടയും വാങ്ങിക്കാണ് ഗൈസ്. പിന്നെ നമ്മളെ ചായ അവിടെ വെച്ചിരിക്കാണ്, കാരണം ഇരിക്കാനും കൂടി സ്ഥലമല്ല കിട്ടിയില്ല ഗൈസ്. അങ്ങനെ കാടമുട്ട ഒരു രക്ഷയില്ല, സൂപ്പർ സാധനം. പക്ഷേ ഇത് കോളിഫ്ലവർ ഗൈസ്. ഇതിൻ്റെ മുകളിൽ ഒരു കെച്ച പോലത്തെ ഒരു സാധനം വെച്ചിരിക്കണം. ഇതിലിതാ മയോണൈസാണ്, പൊളിക്കാൻ ഗൈസ്. പൊളി എന്ന് പറഞ്ഞ ഒരു 1.5 പൊളി പൊളിക്കാൻ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ചേതായാലും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം രാത്രി ആയിട്ടുണ്ട് ബീച്ചിലൊന്നായിട്ട്. ഇപ്പോൾ ക്യാമറയൊക്കെ ഒന്നും ക്ലിയർ ഉണ്ടാവില്ല ഗൈസ്. എന്നെ കാണുന്നുണ്ട് നിങ്ങൾ? ഇല്ലാന്ന് എനിക്കറിയാം ഗൈസ്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും ഗൈസ്. എന്താ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മളിത് നല്ല മഴ വരുന്നുണ്ട്. മഴ നല്ലോണം ഇങ്ങനെ ഞാറുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് പോവാണ് കാറിനടുത്തേക്ക്. എത്ര നടന്നിട്ട് ഏടെത്താനെ, കാർ എടോ കൊണ്ടുപോയാണ് ഗൈസ് വെച്ചത്. പക്ഷേ അങ്ങനെ ഗൈസ്, നമ്മൾ പോകണമെങ്കിൽ ഒരു എക്സിബിഷൻ കണ്ട് അതിൽ കയറി ഗൈസ്. അങ്ങനെ നമ്മളെ യന്ത്രൂനാൽ ഞങ്ങൾക്ക് ഓർമ്മയില്ല, അത് നോക്കി. അതുപോലെ നമ്മളെ യന്ത്രൂനാലിൻ്റെ വ്ളോഗൊക്കെ നമ്മൾ ആദ്യമായിട്ട് യന്ത്രൂനാലിൽ കയറിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാവരും കാണി. അപ്പോൾ ഗൈസ്, നമ്മൾ ആ ഇന്നൊരു ഗെയിം കളിക്കാൻ പോവാണ്. ഇതിൽ കുറേ പോയിൻ്റ് ഉണ്ട്. പോയിന്റിലേക്ക് 5 ബോൾ നമ്മൾ തരും. 5 പോയിൻ്റ്, ഓരോ പോയിന്റിലേക്ക്
ബോൾ വീകുന്നതനുസരിച്ച് എല്ലാ പോയിൻറ്റും കൂട്ടുക. അങ്ങനെ അവസാനം നമുക്ക് ഇവിടെ നിന്നുള്ള കുറച്ച് ഗിഫ്റ്റ് തരും ഗൈസ്. ഇത് നമ്മൾ വലിയൊരു വ്ളോഗ് ഇട്ടിരിക്കണം, അതിലുണ്ട് ഗൈസ്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബോൾ ഇടാൻ പോവാണ്. ഏറ്റവും കൂടുതൽ പോയിൻ്റ് ഏതാണെന്ന് വെച്ചാൽ 6 ഗൈസ്. അങ്ങനെ 2-3 ബോളിട്ട് ഒന്ന് 4 പോയി, ഒന്ന് 5 പോയി. കുഴപ്പമില്ലാത്തൊരു കളി കളിക്കുന്നുണ്ട്. എന്നാലും നമ്മളങ്ങനെ ഒന്നുകൂടി ഇട്ട് വെക്കാൻ. ഇനി ആകെ 3 ബോൾ കൂടി കയ്യിൽ. ഒന്ന് പോയി, അപ്പിട്ടാണ് പെട്ടു. ഒന്ന് കുഴപ്പമില്ല. എന്നാലും അങ്ങനെ ഇതിലൊക്കെ പോകാം. 4 പോയി, അത് കുഴപ്പമില്ല. മൊത്തം ഇത് വെച്ച് നോക്കാം നമുക്ക്. ചെറിയൊരു പേടിയുണ്ട് എന്തോ ഗോളാകുമോ എന്നുള്ള. അങ്ങനെ ഗൈസ് നമ്മൾ അതും ഇട്ട് അങ്ങനെ 4ാമത്തെ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. എന്താ പറയുക, 50 ഉറുപ്പ്യ കൊടുത്തിരിക്കണം നമ്മൾ. ഇനി നമുക്ക് എത്ര ഉറുപ്പ്യൻ്റെ സാധനം കിട്ടുക നിങ്ങൾ കണ്ടോളി. ഏതായാലും സമ്മാനമല്ലേ, സമ്മാനം ഒരു മുട്ടുസൂചിയാണ്. അതിൻ്റെ വില ഉണ്ട് എന്നാണ് ആര് പറഞ്ഞ്, ആരൊരാൾ പറഞ്ഞിരിക്കണം. എന്തായാലും അവസാനത്തെ ഒരു ബോൾ കൂടിയും ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത് അവസാനത്തെ ഫൈനൽ ബോളാണ് ഗൈസ്. ഇതിൽ നമുക്കറിയാം എത്ര പോയിന്റ് കിട്ടുമെന്ന്. കൊളാവിലേക്ക് മട്ട് വെക്കാം. 5 കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു മാർക്ക് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് 4, 5, 6, 1 മൊത്തത്തിൽ 19 തോന്നുന്നു. 19 എല്ലാം കൂടി 19 പോയിൻ്റ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്താ കിട്ടാനുള്ളതെന്ന് നോക്കി നോക്കുക. നമ്മൾ പറയുന്നുണ്ട് തെറ്റിച്ചൊന്നും എണ്ണലി അല്ല, തെറ്റിച്ചൊന്നും കൂട്ടലി എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ എന്താ കിട്ടുക നമ്മൾ നോക്കാം ഗൈസ്. അപ്പം നമുക്ക് എന്താ കിട്ടാനുള്ളത് നമ്മൾ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കണ്ട് ചെറുതാണല്ലോ, അല്ലല്ലോ കഷ്ടമായി പേസ്. എന്താ 50 ഉറുപ്പ്യ കൊടുത്തിട്ട് 20 ഉറുപ്പ്യൻ്റെ 20 ഉറുപ്പ്യൻ്റെ തെരുപ്പാണ് കിട്ടിയത് ഗൈസ്. കുഴപ്പമില്ല, സമ്മാനത്തിൻ്റെ വില തന്നെ ഉണ്ടല്ലോ. ഉണ്ട് ഗൈസ്, നമ്മളങ്ങനെ കുഴപ്പമില്ല, എന്തായാലും ഒരു സമ്മാനം കിട്ടിയത്. ഇത് കളിച്ചാൽ പിന്നെ എന്തായാലും ഒരു സമ്മാനം കിട്ടും ഗൈസ്. അതൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ നമ്മളങ്ങനെ അവിടുന്ന് പോകുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത് നോക്കി, ഈ ബൈക്ക് നോക്കി, ഒറിജിനൽ പേഷൻ പ്ലസ് അല്ലെ ബജാജിൻ്റെയൊക്കെ കുറേ വണ്ടീൻ്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റൊക്കെ എടുത്തുങ്ങാണ്ട് ഈ വണ്ടീൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഗൈസ്. ഏതായാലും ലെവൽ സാധനം, ഒറിജിനാലിറ്റി തോന്നുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് വന്നത്. ഇത് ഒരുമാതിരി കോളനി പോലത്തെ സ്ഥലമാണ്. ഇവിടെ കാർ എങ്ങനെയാണ് പാർക്ക് ചെയ്തത്. അങ്ങനെ പാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങനെ കാറെടുത്ത് പോവുകയാണ് ഗൈസ്. കാറെടുത്ത് പോകുന്നപ്പോൾ നല്ല മഴ ഗൈസ്. നമ്മൾ കൃത്യസമയത്താണ് കാറിൽ എത്തിയത് ഗൈസ്. നല്ല മഴ ഉണ്ട് ഗൈസ്. പിന്നെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ബ്ലോക്കിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ് ഗൈസ്. ഗൈസിൻ്റെ ഏറ്റവും വലിയ സംശയമാണ് ഈ ഷിബു ആരാണ്? എന്താണ് ഷിബു? എന്തിനാണ് ഷിബു? ഇത് കണ്ടില്ലേ, ഇതെപ്പോഴും ഇവിടെ കാണാം ലേറ്റ് എത്തിച്ച് ഷിബു എന്ന് എഴുതിച്ച്. നിങ്ങൾ റീൽസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ടാവും ഷിബു എന്നൊക്കെ ഇങ്ങനെ ഉള്ള ഈ വീഡിയോ ഒക്കെ വരലുണ്ട്. ആരാണ് ഷിബു, എന്താണ് ഷിബു എന്നൊക്കെ കണ്ടിട്ട്. ഇതെന്താണ് ശരിക്കും സംഭവം? അറിയുന്നവർ ആരെങ്കിലും ഉണ്ടേ ഗൈസ് കമൻറ്റിൽ ഇട്ടോ. എന്നിട്ടാണ് ഞാൻ പ്രത്യേകം നോട്ടീസ് ചെയ്ത് വീഡിയോ എടുത്തത്. അതൊക്കെ നല്ല ഓർമ്മ ഉണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്. അത് ഞാൻ നല്ലോണം അത്രയും കൽപ്പിച്ചുകൂട്ടി തന്നെ എടുത്താണ് ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ അങ്ങനെ ഇറങ്ങി മിഠായി തെരുവിൻ്റെ അടുത്ത് ഇറങ്ങിയപ്പോൾ ട്രെയിൻ ഇങ്ങനെ പോകുന്നത് ഗൈസ്. കുറേ കാലത്തിന് ശേഷമാണ് ട്രെയിനൊക്കെ പോകുന്നത് കാണുന്നത് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ മുട്ടായി തെരുവൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് മുട്ടായി തെരുവൊക്കെ ഇറങ്ങിയത് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ മുട്ടായി തെരുവ് എന്ന് പറഞ്ഞുകൊണ്ട് ഫുള്ള് മുട്ടായി ആയിരിക്കും. ഇവിടെ നോക്കുമ്പോൾ മുട്ടായിൻ്റെ ഒരു കണിക പോലും കാണാൻ കിട്ടിയില്ല ഗൈസ്. വെറുതെ മുട്ടായി തെരുവെന്ന് പേരിട്ട ആൾക്കാരെ പറ്റിക്കാനല്ലാണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു തുണി എന്ന് പറയുന്ന വേണ്ടി ഡ്രസ്സിൻ്റെ ഷോപ്പിൽ കയറി അങ്ങനെ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ നോക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇവിടെ കുറേ കല്യാണത്തിന് ഉപയോഗിക്കുന്ന കുറേ ഡ്രസ്സൊക്കെ ഉണ്ടല്ലേ, അങ്ങനത്തെ കുറേ ഡ്രസ്സൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ നടന്നു പോവുകയാണ് ഗൈസ്, തിരിച്ച് പോവുകയാണ് ഗൈസ്. ഇവിടെ ഒരു ഷോപ്പൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. പക്ഷെ ഒരു മുട്ടായിൻ്റെ ഷോപ്പും കൂടി ഞാൻ കണ്ടില്ല ഗൈസ്. അങ്ങനെ നമ്മൾ കാറിലെത്തി. അങ്ങനെ നമ്മൾ കാറിലേക്ക് കയറാൻ നിൽക്കുകയാണ്. ഇവിടെ കണ്ടില്ല ഗൈസ്, തട്ടിയില്ല ആ രീതിയിലാണ് ഗൈസ് നമ്മളിവിടെ കാർ നിർത്തിയിട്ട് കണ്ടില്ലേ. അത്രയും സ്പേസേ ഉള്ളൂ, അത്രയും സ്പേസ്. അങ്ങനെ നമ്മൾ കാറടിച്ച് നമ്മൾ കാറിൽ കയറി പോവുകയാണ്. ഈ സമയം നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവസാനം നെസ്റ്റോക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. നെസ്റ്റോയിലേക്ക് കയറി പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പാർക്കിങ്ങിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഉണ്ട് ഗൈസ്. പാർക്കിങ്ങിലൊക്കെ കാരണം വൻ തിരക്കുക. കാരണം തിങ്കളാഴ്ച ആയിട്ടും കൂടി ഇമ്മാതിരി തിരക്ക്, എന്തേതും തിരക്കാണ് ഗൈസ് എന്ന് പറഞ്ഞു. ഫുള്ള് വണ്ടി വെക്കാൻ സ്ഥലമില്ല, അമ്മാതിരി തിരക്കാണ് ഗൈസ് എല്ലായിടത്തും ഉള്ളത്. പിന്നെ പാർക്കിങ്ങിലേക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താ പറഞ്ഞാൽ ഗൈസ്, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗൈസ്. നോക്കി നമ്മൾ ഈ ടോയ്സൊക്കെ കയറ്റി വെക്കൂലേ, അതുപോലെ കയറ്റി വെച്ചിട്ടുണ്ട് കാറൊക്കെ മുകളിൽ. ടോയ്സ് കയറ്റി വെച്ച പോലുണ്ട്, കാറൊക്കെ അങ്ങനെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഗൈസ് നമ്മളെ കാർ നമ്മൾ പാർക്ക് ചെയ്ത് നെസ്റ്റോൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മളങ്ങനെ എസ്കുലേറ്ററിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ മുകളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നെസ്റ്റോൻ്റെ മറ്റേ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അല്ല നെസ്റ്റോ തന്നെ, അതാണ് നെസ്റ്റോ. അപ്പോൾ അതിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ ഉമ്മ പറഞ്ഞു പുട്ടും പൊടി ഇല്ല, പുട്ടും പൊടി തീർന്നിട്ടില്ല. അങ്ങനെ നമ്മൾ അജ്മി പുട്ടുപൊടി നോക്കിയിട്ട് അജ്മി പുട്ടുപൊടി കാണില്ല ഗൈസ്. പിന്നെ വേറെ എന്തൊക്കെയൊക്കെ പുട്ടുപൊടിയാണ്, അജ്മി പുട്ടുപൊടിയാണ് സൂപ്പർ പുട്ടുപൊടി എന്നാണ് ഉമ്മ പറയുന്നത്. അപ്പോൾ അജ്മി പുട്ടുപൊടി കാണുന്നില്ല. അങ്ങനെ നമ്മൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, ഇനിയും സാധനം ഇങ്ങനെ വാങ്ങി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ കുറേ അങ്ങനെ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തോ മറ്റേ ഷോപ്പിങ് വേറെ എന്തെങ്കിലും വാങ്ങാണ്ടോ ഇങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ പഞ്ചസാര ഓഫർ ഉണ്ട് പറഞ്ഞ് ഞാൻ ടീമിൽ എത്തിച്ചു. പക്ഷേ ഓഫർ സാധാ വിലയും പഞ്ചസാരൻ്റെ വിലയൊക്കെ കറക്റ്റാണ് ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ 2 ഗാലക്സി വാങ്ങിക്കുന്നു, ക്യാഷ് ബാക്ക് കിട്ടുന്ന ഗാലക്സി. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി. ക്യാഷ് ബാക്ക് കിട്ടുന്ന ഗാലക്സി കാരണം 3-4 എണ്ണം വാങ്ങിക്കുന്നു. കാരണം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗാലക്സി ആണ് ശരിക്കും അതിന് അർത്ഥമാണേ പറയാം. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ എസ്കുലേറ്ററിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഞാൻ പറയും പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഗൈസ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിനി പുറത്ത് ലിഫ്റ്റിക്ക് കൂടിയ പോകാൻ നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റിന് വേണ്ടി കാത്ത് നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് എത്തി സാധനമൊക്കെ പാക്ക് ചെയ്ത് കാറിൽ കയറി കാറിൽ നിന്ന് പോവാണ് ഗൈസ്. അങ്ങനെ പോയി ഗൈസ് നമ്മളങ്ങനെ കൊടുവള്ളിയിൽ അറേബ്യ മജ്ലിസിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ് ഗൈസ്. അപ്പം വെയിറ്റർ വന്നില്ല, ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പം വെയിറ്റർ വരെ നമ്മൾ കാത്ത് നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ എല്ലാ ഹോട്ടലിലും ഉള്ളപ്പം തന്നെ 2-3 മിനിറ്റിനുള്ളിൽ ഗ്ലാസും പ്ലേറ്റും എത്തി ഗൈസ്. ഫുഡ് വരുന്നില്ല. കുറേ ടൈം കഴിഞ്ഞപ്പോൾ മയോണൈസും സോസും എത്തി ഗൈസ്. അങ്ങനെ കുറേ ടൈമിന് ശേഷം അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത മന്തിയും അൽഫാമും വന്നിരിക്കുകയാണ് ഗൈസ്. ഇനി ഒരു അംഗത്തിനുള്ള പുറപ്പാടിലാണ് ഗൈസ് നമ്മളുള്ളത്. അങ്ങനെ ഗൈസ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എല്ലാം സെറ്റാക്കി എടുത്ത് ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഒരു അൽഫാമിൻ്റെ ചെറിയൊരു പീസ് അങ്ങോട്ട് എടുത്ത് മയോണൈസിൽ മുക്കി വായിലേക്ക് വെക്കുമ്പോൾ ഒരു ടേസ്റ്റ്, ഓഫ് സ്വർഗം കണ്ടു ഗൈസ്, സ്വർഗം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചും കഴിഞ്ഞിട്ട് അറേബ്യ മജ്ലിസിൽ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ.